നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടത് ഒരു ചെറിയ റീലാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രശസ്ത കലാകാരനായിട്ടുള്ള അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സുധിച്ചേട്ടൻ്റെ വൈഫായിട്ടുള്ള രേണു ചേച്ചിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റീലാണ്. എന്നാൽ പലരുടെയും കണ്ണുകളിൽ ഇത് വളരെ വൈകൃതമായിട്ടാണ് കാണുന്നത്. പലരും പറയുന്നത് ഒരു വിധവയായ സ്ത്രീ വളരെ അച്ചടക്കത്തോടെ കഴിയേണ്ട സമയത്ത് അവരുടെ ഭർത്താവ് മരിച്ചെന്ന വിഷമമൊന്നുമില്ലാതെ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടത്തിന് നടന്നിരിക്കുകയാണ് എന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് ഇതിന് താഴെ വരുന്നത്. പക്ഷേ നിവർത്തികെട്ട് അവർ ഈ കമൻറ്റുകൾക്ക് ഒരു വലിയ മറുപടി നൽകുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ റീൽസിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി കാണാം. അവർ കൊടുത്ത മറുപടികളും നമുക്ക് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് കാണാവുന്നതാണ്. ഈ റീൽസിന് താഴെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് വരുന്നത്. ഇതിനു മുന്നേ ഇതുപോലെ തന്നെ രേണു ഒരു മണവാട്ടിയുടെ വേഷമിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അതിന് താഴെയും വളരെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ രേണു എന്ന് പറയുന്ന ഒരു സ്ത്രീ നേരിടേണ്ടി വന്നു. അതങ്ങനെയാണല്ലോ, സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ മറ്റെന്തെങ്കിലും ചെയ്താൽ അതിന് നെഗറ്റീവ് പറയുകയും വളരെ മോശമായി ചിത്രീകരിക്കാനുമാണല്ലോ ആളുകൾ തുനിയുന്നത്. ഇവിടെ റീൽസിൽ രേണുവിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കലാകാരന് ഈ ഒരു നെഗറ്റീവുകളൊന്നും നേരിടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോഴൊക്കെ ഫോക്കസ് ചെയ്യുന്നത് രേണു എന്ന് പറയുന്ന സ്ത്രീയെയാണ് എന്നുള്ളതാണ്. ഇതിന് താഴെ വന്നിട്ടുള്ള ഒരു വലിയ കമൻറ്റുകളാണ് പിന്നീട്. ഈ കമൻറ്റുകൾക്ക് ആദ്യമൊക്കെ രേണുക എന്ന് പറയുന്ന സ്ത്രീ എന്ന നിലയിൽ അവർ ഗതികെട്ട് ഉത്തരം നൽകിയിരുന്നു. പിന്നീട് ഒടുവിൽ ഇതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുന്ന തരത്തിലുള്ള അവസാനമായിട്ടുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവർ കമൻറ്റുകൾക്ക് റിപ്ലൈ നൽകുന്നത് നിർത്തുകയാണ്. നമുക്ക് ഏതായാലും അതൊന്ന് കണ്ടു നോക്കാം. താഴെ വന്ന ഒരു കമൻറ്റാണ്, അഭിനയിച്ച് ജീവിക്കാം, പക്ഷേ ഈ വീഡിയോ മോശമായി പോയി എന്നാണ്. എന്നാൽ ഇതിന് അവരൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. രേണു, എനിക്ക് ബോറായിട്ട് തോന്നുന്നില്ല, മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് കംഫോർട്ടാണ്, സോ ചെയ്യും ഞാൻ. ഇതുപോലത്തെ അവസരങ്ങൾ ഇനിയും വന്നാൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്, അവരൊക്കെ വീഡിയോ അഭിനയിച്ചിട്ടാണോ, എന്താ വിദ്യാഭ്യാസമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അവർ തിരിച്ച് റിപ്ലൈ എന്ന് പറയുന്നത്. മറ്റൊരു കമൻറ്റ്, എല്ലാം സുധിച്ചേട്ടൻ്റെ സന്തോഷത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഇങ്ങനെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ധ്വനിയിൽ പറയുന്നത് പരിഹാസമാണെന്നുള്ളത് ഏതാളുകൾക്കും മനസ്സിലാവും. വളരെ പരിഹാസത്തോടെ മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ ആളുകൾക്ക് വലിയ ആവേശമാണ്. ഇനി മറ്റൊന്നാണ്, കെട്ടിയോൻ മരിച്ചാൽ മൂലയ്ക്കിരുന്ന് കരയണം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇവൾ ഇത് ആഘോഷിക്കുക, പറക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു കമൻറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലും അവരുടെ കാര്യങ്ങളിലൊക്കെ നോക്കാൻ വളരെ ഉത്സാഹമാണ്. സ്വന്തം വീട്ടിലെങ്ങനെയാണെന്നുള്ളത് അവർക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾ മരിച്ചു എന്നെങ്കിൽ ഏത് സമയവും കരഞ്ഞ് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അവരുടെ തണലിലാണ് ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കണം. ഈ പറയുന്ന ആളുകൾ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുമോ? എന്തിനാണ് ഇത്തരത്തിലൊരാളെ നെഗറ്റീവാക്കിക്കൊണ്ട് ആ പെൺകുട്ടി അവരുടെ മാന്യമായിട്ടൊരു ജോലി ചെയ്യുകയാണ്, ഷൂട്ട് വർക്ക് ചെയ്യുകയാണ്, അത് അഭിനയിക്കാനുള്ള വേഷങ്ങൾ ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് അത് ചെയ്യുന്നു. അതിലെന്താണ് തെറ്റ്? ഈ ചിത്രം അഭിനയിച്ച ആളുകൾക്ക് പോലും ഇല്ലാത്ത നെഗറ്റീവ് എന്തിനാണ് ഇവർക്ക്? ഇതിൽ ഗോപിക എന്ന് പറയുന്ന നടിയാണ് അഭിനയിച്ചിരുന്നത്. അവർ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത നെഗറ്റീവാണോ ഇത് റീൽസായിട്ട് ചെയ്തിട്ടുള്ള ഇവർക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക്